അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടമെന്ന് രാജ്യം മുഴുവൻ വിശേഷിപ്പിച്ച കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് ഈ മാസം 19-ന് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത്. തീർച്ചയായും കഴിഞ്ഞ 3 യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ യോഗത്തിൽ കോൺഗ്രസ്സിനെതിരെ വലിയ വിമർശനമുയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിൽ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സഹായം ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാടിനെതിരെയായിരുന്നു മമതാ ബാനർജിയും അഖിലേഷ് യാദവും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ വിമർശനം ഉയർത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ ഈ മാസം 19-ന് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഏറെ പ്രത്യേകതയോടെ വോട്ടർമാർ എടുത്ത ചില നിലപാടുകൾ, ആ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം. വോട്ടർമാർ അഴിമതിയും നിഷ്ക്രിയ ഭരണവും അതുപോലെ തന്നെ ജാതീയതയും വർഗീയതയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളഞ്ഞു എന്നുള്ളത് വ്യക്തമായ സൂചന നൽകുകയാണ്. നമുക്കറിയാം, തെലങ്കാനയിൽ BJP തെരഞ്ഞെടുപ്പ് അജണ്ടയായി കൊണ്ടുവന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടായിരുന്നു. എന്നാൽ തെലങ്കാനയിലെ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും BJPക്ക് വൻ നേട്ടം ഉണ്ടായതിൻ്റെ ഒരു കാരണം മോദി ഗ്യാരണ്ടി എന്ന വികസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് അജണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി ഉയർത്തിയതാണ് ആ നേട്ടത്തിന് കാരണമായതെന്ന് വ്യക്തം. ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജാതി സെൻസസ് ആയിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ടയായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ അജണ്ട വോട്ടർമാർ തള്ളിക്കളഞ്ഞു എന്നുള്ളത് ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഏറ്റ തിരിച്ചടി വ്യക്തമാക്കുകയാണ്. അപ്പോൾ 19-ന് ചേരുന്ന യോഗത്തിൽ കോൺഗ്രസ്സിനെതിരെ ശക്തമായ വിമർശനം ഉയരുമ്പോൾ തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ അജണ്ട എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കാൻ മുന്നണി നിർബന്ധിതമാണ്. ഈ യോഗത്തിൻ്റെ അജണ്ട സീറ്റ് വിഭജനത്തോടൊപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം മുന്നണിയുടെ നയരേഖ എന്നുള്ളതാണ്. അതോടൊപ്പം മുന്നണിയിൽ ഈ യോഗത്തിൽ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകില്ലെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നതിനെക്കുറിച്ചും വലിയ ഒരു ചർച്ച നടക്കും. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷികൾ തൃണമൂൽ കോൺഗ്രസും JDUവും സമാജ്വാദി പാർട്ടിയും വ്യക്തമായ ചില സൂചനകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. മമതാ ബാനർജിയാണ് നരേന്ദ്രമോദിക്ക് പകരമുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ആ പാർട്ടിയുടെ ദേശീയ നേതാക്കളും JDUവിൻ്റെ അധ്യക്ഷൻ നിതീഷ് കുമാറാണെന്ന് ആ പാർട്ടിയും, അല്ല അഖിലേഷ് യാദവാണെന്ന് സമാജ്വാദി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് നാം കണ്ടതാണ്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അടുത്ത തെരഞ്ഞെടുപ്പിലെ നയരേഖ
സീറ്റ് വിഭജനം, ഇത്രയും കാര്യത്തിൽ വ്യക്തമായൊരു രൂപരേഖ 19-ന് നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഈ മുന്നണിയുടെ ഭാവി സംബന്ധിച്ചുള്ള ചോദ്യമുയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജാതി സെൻസസ് നിതീഷ് കുമാർ ആണ് ബീഹാറിൽ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യ പ്രചരണ വിഷയമായി കോൺഗ്രസ് ഏറ്റെടുത്തെങ്കിലും അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞതോടുകൂടെ എന്തായിരിക്കണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ള കാര്യത്തിൽ ഒരു രൂപരേഖ ഈ യോഗം തയ്യാറാക്കേണ്ടതുണ്ട്. അത് അങ്ങേയറ്റം കഠിനമായൊരു പ്രവൃത്തിയായിരിക്കും ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജാതി സെൻസസിനെതിരെ ആദ്യം മുതലേ നിലപാടെടുത്ത നേതാവാണ് മമതാ ബാനർജി. അപ്പോൾ അതുപോലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഈ യോഗത്തോടെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിട്ടുവീഴ്ചക്ക് കോൺഗ്രസ് തയ്യാറായേക്കുമെന്ന സൂചനയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വം എടുത്ത നിലപാടുകൾ സൂചിപ്പിക്കുന്നത്. പിണങ്ങി നിൽക്കുന്ന അഖിലേഷ് യാദവിനെ രാഹുൽ ഗാന്ധി അടക്കം വിളിച്ച് ആ പിണക്കം മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. മമതാ ബാനർജിയുമായും രാഹുൽ സംസാരിച്ചു എന്നാണ് സൂചന. ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ ലഭിച്ച മേൽക്കൈ, ആ മേൽക്കൈയുമായി ശക്തമായ സംഘടനാ സംവിധാനവുമായി NDA ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മോദി ഗ്യാരണ്ടി എന്ന ഈ 3 സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ച തെരഞ്ഞെടുപ്പ് അജണ്ടയുമായി NDA ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസ് വ്യക്തമായ ഉറച്ച ഒരു പദ്ധതിയുമായി രംഗത്ത് വന്നില്ലെങ്കിൽ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി അത്തരമൊരു നിലപാടുമായി രംഗത്ത് വന്നില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി 24-ലെ പൊതു തെരഞ്ഞെടുപ്പിലും വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോദി ഗ്യാരണ്ടിയോടൊപ്പം ജനുവരി 22-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും വോട്ടാക്കി മാറ്റാൻ BJP തയ്യാറാകുമെന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ആ ദിവസം രാജ്യവ്യാപകമായി വലിയ ആഘോഷത്തിനും പ്രചരണ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകാൻ RSSഉം അതുപോലെ തന്നെ BJPയും അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം 19-ന് ഡൽഹിയിൽ ചേരുന്നത്. ആ യോഗം വളരെ സുപ്രധാനമായ ഒരു യോഗമായിരിക്കും. പ്രതിപക്ഷ സംഘടനകൾ, ആ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ എന്ത് ആയിരിക്കും തങ്ങളുടെ ഭാവി എന്ന് വ്യക്തമാക്കുന്ന അത്തരമൊരു നിലപാടിൻ്റെ ആദ്യ സൂചനകൾ നൽകുന്നതായിരിക്കും 19-ൻ്റെ ഇന്ത്യ മുന്നണി യോഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.